ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ടെമ്പൂരിന് കഴിഞ്ഞ് സോളാപൂറിലേക്ക് ഇനി 200 സംതിങ് കിലോമീറ്റർ കൂടിയാണ്. അപ്പോൾ രാഹുൽ അങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങി നീച്ച് വന്ന് നോക്കുമ്പം ഈത്തപ്പഴമുള്ളത് കയ്യിൽ. അപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ത് ചെയ്ത് ഈത്തപ്പഴമാക്കി. കണ്ടോ, അടിയോടടിയാ ഈത്തപ്പഴം. അങ്ങനെ നമ്മൾ ഇതാക്കണേ രാവിലെ ഒരു ചായ അടിക്കാൻ വെച്ചിട്ട് നിർത്തിയാണ്. അപ്പം ഇവിടെ ഇതാക്കണ വട്ടമേശ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട്. ഗാന്ധിജി നെഹ്റൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് കാണാം. ഇവിടെ എങ്ങനെയുണ്ടോ ചായ ഉണ്ടാക്കുന്നത്? എൻ്റെ അടുപ്പ് കണ്ടോ? അടുപ്പ് ഒരു പ്രത്യേക തരം സിസ്റ്റം. ചായ വന്ന് കിട്ടോ? കുഴപ്പമൊന്നുമില്ല, നല്ല ചായയാണ്. ഇനിയിപ്പോൾ മഹാരാഷ്ട്ര കഴിയുന്ന വരെ മഹാരാഷ്ട്ര ചായയാണ്. അത് കഴിഞ്ഞാൽ കർണാടക ചായ, അത് കഴിഞ്ഞാൽ കേരള ചായ. അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ. പക്ഷെ അത് വണ്ടി പിടിക്കാനാ. ഇനി സോലാപൂര് നോക്കണ്ട, ഇനി നേരെ സോലാപൂർ കേട്ടോ. മക്കളെ സമയം ഏകദേശം 2:15 കഴിക്കട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് ഫുഡ് കഴിക്കണേ. ചെറിയൊന്ന് പായൊക്കെ ഒന്ന് വലിച്ച് കെട്ടിയതോ, അങ്ങനെ കെട്ടിയത് എണ്ണയൊക്കെ അടിച്ചത്. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ഈ ബുള്ളറ്റിൻ്റെ സൈലൻസറിൻ്റെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചേ യാത്ര തുടരാണ് കേട്ടോ. ഒരു ഊള ഫുഡ്. ഈ വിശന്ന് നിൽക്കുമ്പോൾ ആയിരിക്കുമല്ലോ അങ്ങനത്തെ ഫുഡ് കിട്ടുക. പോയോ അങ്ങനെ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. വിജയപൂർ എത്താനായി. സമയം ഏകദേശം 8:15 കഴിഞ്ഞു. 8:20 ആവുന്നു. വിജയപൂർ എത്താനായി. നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ടയ്ക്ക് ഇനി 639 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഗാന്ധത്തിന് മാതിരിയാണ്. അടുത്തക്കടെ എത്തുമ്പോൾ ഒരു അട്രാക്ഷൻ കൂടുകയാണ്, ടെൻഡൻസി കൂടുകയാണ്. വണ്ടി നിർത്താനുള്ളൊരിതില്ല. അപ്പോൾ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ല റോഡാണ്. സംഭവം കയറ്റാണ്, പക്ഷെ എന്നാലും റോഡ് നല്ലതാണ്. കയറ്റത്തിന് പിന്നെ സ്വാഭാവികമായിട്ട് വണ്ടി വലി മുട്ടുമല്ലോ, ലോറിയല്ലേ. എന്താ രാവിലെ പറയണ്ടോ? എങ്ങനെയെങ്കിലും ഒരു നാടെത്തി കിട്ടിയാൽ മതി എന്നാണ് രാവിലെ പറയുന്നത്. നമ്മളെ നാടെത്തി കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്കൊരു സമാധാനമാണ്. കള്ളന്മാരെ പേടിക്കണ്ടല്ലോ. പോലീസുകാർ കണ്ടമാനം വഴിയിൽ തടഞ്ഞിട്ട് പൈസ മറ്റേ മറിച്ചാറുണ്ട് വാങ്ങുക. ഇപ്പൊ നേരത്തെ ഉണ്ട് പിന്നെ കൈയാട്ടിയിട്ട് നിർത്തിയിട്ട് പറഞ്ഞ് മുണ്ടെടുത്തതിന് ഫൈനെന്ന്. ഞാൻ പറഞ്ഞ് മുണ്ടെടുത്തതിന് ഫൈനാ, അത് ഏത് റൂൾസാണ് ചോദിച്ചവരോട്. അപ്പോൾ നോക്കുമ്പോൾ 2 തർക്കിക്കാർ അങ്ങോട്ട് തർക്കിച്ചപ്പോൾ ഒരു മറ്റേ ഇതാ കണ്ടോ, ഇത് മറ്റേ കൂളിങ് അടിച്ചു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു അതൊന്നും പിന്നെ അങ്ങനെ റൂൾസ് ഇല്ല പറഞ്ഞാൽ. ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിക്ക് അങ്ങനെ സൈഡ് ഗ്ലാസ് ചെറിയ ലൈറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതാ നമ്മളതാക്കുന്നത് എന്താ വിജയപുരാട്ടാ കാണുന്നത്. ആ വെളിച്ചം കാണുന്നത് വിജയപുരാണ്, അങ്ങ് കാണുന്നത്. എന്തായാലും ഇന്ന് രാത്രിയല്ല നാളെ രാവിലെ നമ്മൾ ഗുണ്ടൽപേട്ട എത്തുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പോവാ. വണ്ടി വിടുക. അങ്ങനെ ഞങ്ങളേ നൈറ്റ് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ എഗ് റൈസാണ്. കുറെ ദിവസത്തിന് ശേഷം ഒരു എഗ് റൈസ് ഇടുന്നത്. മറ്റേ മസാല റൈസ് കുറെ മുളക് പൊടിയും തക്കാളിയൊക്കെ വാരി വെച്ചിട്ട് എന്നിട്ട് രച്ചുണ്ടാവില്ല. യഥാർത്ഥ റൈസ് പറയാൻ കിട്ടി. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, രസം. ഇതെവിടെ സ്ഥലം? വിജയപുര. അതിൻ്റെ എവിടെ സ്ഥലം? വിജയപുര കഴിഞ്ഞ് സ്ഥലത്തിന്റെ പേര് ഇപ്പൊ കറക്റ്റ് പറയാൻ കഴിയില്ല. അതെ, പേടിയാണ്.
ഹലോ മക്കളെ, അപ്പം ഞങ്ങൾ മംഗോളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ചങ്ങായിനോട് ചോദിച്ചപ്പോൾ മംഗോളി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഇനി നേരെ ഗുണ്ടൽപേട്ടയാണേ. അല്ല ഷാനോ, ഗുണ്ടൽപേട്ടല്ലേ ഇനി നൈറ്റ് ഇനി ഒരേ റൈഡ് ആയിരിക്കേ. 612 രാവിലെ ഒരു 8. അപ്പം നാളെ രാവിലെ കാണാം. അപ്പം എല്ലാവരോടും ഗുഡ് നൈറ്റ് അല്ലേ. പോവാം. ചാവിയാണ്ട് കൈമാറിയാൽ അതെ, അവൻ 3 മണി വരെ അവൻ്റെ ടാർഗറ്റാണ്. അതെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കേട്ടോ. അപ്പം എല്ലാവരോടും അഗെയിൻ ഗുഡ് നൈറ്റ്. രാവിലെ കാണാം.